ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ എന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ എന്റെ പേര് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്ക് എനിക്ക് തൃശ്ശൂരുണ്ട്. ഞാനത് നടത്തി പോകുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് വരുന്നത് താരനെ കുറിച്ചാണ്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് വളരെയധികം വിഷമം സൃഷ്ടിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഈ താരൻ. താരൻ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചില് ചെറുതൊന്നുമല്ല, ഒരുപാട് അലട്ടുന്നത്. പിന്നെ അത് താരൻ നമ്മുടെ മുഖത്ത് വീണ ഒരുപാട് കുരുക്കള്, അതേപോലെ റാഷസ്, ഇതേപോലത്തെ ഒരുപാട് ഇഷ്യൂസ് ഈ ചെറിയ വില്ലൻ കാരണം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ അടുത്ത് എന്ന് ലൈവ് ഇട്ടാലും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഡോക്ടർ എങ്ങനെയാണ് ഈ താരനെ നമുക്ക് നേച്ചുറലി ക്യൂർ ചെയ്യാന്ന്. ഇപ്പൊ നേച്ചുറലി ഈ താരനെ ക്യൂർ ചെയ്യണമെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്, ഒരുപാട് ഒറ്റമൂലികളുണ്ട്. പക്ഷെ അത് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണും. പലരും ഫുൾ ആയിട്ട് കാണാതെ സ്കിപ്പ് അടിക്കുന്നത് കൊണ്ട് പലർക്കും ആ വീഡിയോയിൽ എന്താണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാവാതെ പോകുന്നുണ്ട്. അപ്പൊ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു സ്കാൾപ്പ് ഇൻഫെക്ഷൻ ആണ്. ഈ താരൻ എന്ന് പറയുന്നത് ഒരു സ്കാൾപ്പ് ഇൻഫെക്ഷൻ ആണ്. ഡാൻഡ്രഫ് എന്നാണ് ഇതിന് ഇംഗ്ലീഷ് പേര്. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. അപ്പം ഈ സ്കാൾപ്പ് ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള സ്കാൾപ്പ് ഇൻഫെക്ഷൻ ഉണ്ട് നമ്മുടെ തലയില്. അതേപോലെ ഡെർമറ്റൈറ്റിസ്, അതേപോലെ തന്നെ എന്താ പറയാ സോറിയാസിസ്, ഇങ്ങനത്തെ കണ്ടീഷനും താരനെ പോലെ തോന്നിക്കുന്നതായിരിക്കും. പക്ഷെ അത് താരനാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒറ്റമൂലികൾ ചെയ്തു, പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു, എന്നിട്ടും താരന്റെ ട്രീറ്റ്മെന്റ് എല്ലാം ഞാൻ എടുത്തു ഡോക്ടറെ. പക്ഷെ എന്റെ ഈ പ്രശ്നം മാറുന്നില്ല. മേ ബി അത് താരനായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം കേട്ടോ. അപ്പം നമ്മൾ താരനാണെങ്കിൽ നമുക്ക് ചില മൈൽഡ്, അതായത് തുടക്കത്തിലുള്ള താരനൊക്കെ നമുക്ക് ഈ ചില ഒറ്റമൂലികൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഒറ്റമൂലികളാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ഒറ്റമൂലി എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഫാർമസി, അതായത് ഒരു ആയുർവേദ ഫാർമസിയിലൊക്കെ കിട്ടുന്ന ത്രിഫല ചൂർണം എന്നുള്ള ഒരു മെഡിസിൻ ആണ്. ഓക്കെ, അപ്പൊ അത് എന്ന് പറയുന്നത് ആ 3 ഇൻഗ്രീഡിയൻസ് കൂടിയതാണ് ഈ ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ തൈരിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് സ്കാൾപ്പിൽ മാത്രമേ പുരട്ടേണ്ട കാര്യമുള്ളൂ. താരങ്ങളുള്ളവര് ഒരുപാട് നമ്മുടെ ഹെയറിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം സ്കാൾപ്പിൽ പുരട്ടണമെങ്കിൽ ഞാനൊരു ആവറേജ് പറയാണ്, ഒരു 4 ടീസ്പൂൺ തൈരിന്റെ കൂടെ മിക്സ് ചെയ്ത് പുരട്ടേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് നമ്മുടെ താരന് ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ വരുന്ന അതൊരു ഫസ്റ്റ് റെമഡിയാണ്. സെക്കൻഡ് റെമഡി എന്ന് പറയുന്നത് നമുക്ക് ചെറുള്ളി, അതായത് ചുമന്ന ഉള്ളി എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും. അതിന്റെ ജ്യൂസ് എടുത്ത് നമ്മൾ പഞ്ഞിയിൽ മുക്കി നമ്മുടെ തലകളിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻസ് കൂടുതൽ, കാരണം പല സ്ഥലങ്ങളിലും പല രീതിയിലാണ്. ചില സ്ഥലത്ത് താരൻ നല്ല രീതിയിലുണ്ടാവും, ചില സ്ഥലത്ത് താരൻ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പൊ എവിടെയൊക്കെയാണ് നമുക്ക് താരന്റെ പ്രശ്നം ഉള്ളതെങ്കിൽ മറ്റു ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പഞ്ഞിയിൽ മുക്കി കറക്റ്റ് പ്ലേസ് ലൊക്കേഷനിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പൊ ഒരുപാടുള്ള സ്ഥലത്ത് ഒരുപാട് കൂടുതലായിട്ട് ആ നീര് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് എന്തിനാ പഞ്ഞി കൊണ്ട് ചെയ്യണം, നമുക്ക് കൈ കൊണ്ട് ചെയ്തുകൂടെ എന്ന് പലരും ചോദിക്കും. പഞ്ഞി കൊണ്ട് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ചെയ്യാനും അവിടെ ഒപ്പി എടുക്കാനൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പഞ്ഞി കൊണ്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ ചെറിയ രീതിയിൽ താരനുള്ളവരുടെ കാര്യമാണ്. പിന്നെ വരുന്ന എന്താ പറയാ ഒരു ഇഷ്യൂ ഒരു അടുത്തൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മൾ ഈ ആര്യവേപ്പില നമുക്ക് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ നാടുകളിൽ കാണുന്നതാണ്. അപ്പൊ ആര്യവേപ്പില കിട്ടുകയാണെങ്കിൽ അത് കുറച്ച്, ഞാൻ അളവൊന്നും പറയുന്നില്ല, നമുക്ക് എത്രയും പറ്റുന്നത് അത്രയും എടുത്ത് അതായത് ഒരു 10-15 ഇല. ഓക്കെ, ഞാൻ വെറുതെ ഒരു അളവ് പറയുന്നതാണെങ്കിൽ കൂടുതൽ എടുത്താലും നോ പ്രോബ്ലം, നല്ലതാണ്. അപ്പം അങ്ങനെ എടുത്ത് തളിരില കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അത് 1 ലിറ്റർ വെള്ളമാക്കിയിട്ട് റെഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം നമ്മൾ ധാരയായിട്ട് തലയിൽ, അതായത് ആദ്യം നമ്മുടെ തലയൊന്ന് നനച്ചതിന് ശേഷം തലയിൽ ധാരയായിട്ട് നമ്മൾ ഒഴിക്കുക കേട്ടോ. ഇത് വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഇത് ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഉള്ള ഒരാൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ നമുക്ക് ഒരു ധാര എന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കും. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ജസ്റ്റ് കഴുകിക്കൊണ്ടിരിക്കുക നമ്മുടെ തല ഇത് വെച്ചിട്ട്. അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ വരുന്നത് ഒരു ട്രീറ്റ്മെന്റ്, അത് ഈ 3 ഒറ്റമൂലികൾ നമുക്ക് വളരെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന, അതായത് താരനെ വേരോടെ തന്നെ കളയാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ, താരൻ ഉപയോഗിക്കാവുന്ന വെളിച്ചെണ്ണ. ഇപ്പൊ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ഒറ്റമൂലി എന്ന രീതിയിൽ ഞാനൊരു വെളിച്ചെണ്ണ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് വേറെ ഒന്നുമല്ല, 200 മില്ലി ആര്യവേപ്പില എടുക്കുക, 200 മില്ലി ആര്യവേപ്പില, അതേപോലെ 100 മില്ലി തേങ്ങാപ്പാല്, ഇത്രയും വേണം. പിന്നെ വെളിച്ചെണ്ണ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് എടുക്കാം. അപ്പൊ അതിലേക്ക് ഈ 200 മില്ലി ആര്യവേപ്പില ഇടുക ഇൻഗ്രീഡിയന്റ് ആയിട്ട്. പിന്നെ അതിലേക്ക് നല്ല രീതിയിൽ അത് തിളച്ച് നല്ല രീതിയിലായി, അതായത് അതിന്റെ അറിയാലോ, എണ്ണയുടെ പാകം അറിയാലോ. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോയിൽ ചെയ്യരുത്. എല്ലാം ആയതിനു ശേഷം വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ കേട്ടോ. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ തലയിലെ എണ്ണയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ നല്ലതാണ്. ഒരുപാട് നാളത്തേക്ക് നിൽക്കില്ല, പക്ഷെ എന്നാലും കുറച്ച് നാളത്തേക്ക്, ഒരു 2 ആഴ്ച കാലത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിലേക്ക് താരനൊക്കെ പോവാൻ
പറ്റാറുണ്ട് കേട്ടോ. അപ്പം അത് അടിപൊളി ഒരു എണ്ണയാണ്. ഇത് നിങ്ങൾക്ക് താരനൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പോലത്തെ ഒരു എണ്ണയാണ് കേട്ടോ. അപ്പൊ അത് പിന്നെ നമ്മൾ ഒരുപാട് കാര്യം താരനുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ടവലുകൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ തല കഴുകാൻ ഉപയോഗിക്കുന്ന ടവലുകൾ ഇടയ്ക്ക് കഴുകുക. അതേപോലെ തലയണയുടെ അതായത് ഷീറ്റുകളായാലും അതേപോലത്തെ നമ്മുടെ ബെഡ്ഷീറ്റുകളായാലും തലയണ കവറുകളായാലും ഒക്കെ കഴുകി ഒരാഴ്ചയിൽ ഒരു വട്ടം കഴുകി വൃത്തിയാക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. കാരണം നമ്മൾ അവിടെ തല വെക്കുന്നുണ്ട്, ആ തല വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പിന്നെ ഡെയിലി അതിൽ തന്നെയാണ് അല്ലെ തല വെക്കുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ വരുന്നതും താരനൊക്കെ പിന്നെയും അവിടെ നിന്ന് വരാൻ നമ്മുടെ തലയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കഴുകി വൃത്തിയാക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കോമ്പിന്റെ കാര്യമാണ് കേട്ടോ. കോമ്പ് എന്ന് പറയുന്നത് നമ്മൾ തലയിരാൻ ഉപയോഗിക്കുന്ന കോമ്പുണ്ടല്ലോ, ചീപ്പ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അത് ഈരുന്നത് നമ്മൾ ഡെയിലി കഴുകി വൃത്തിയാക്കുക. കാരണം അതിൽ ഒരുപാട് അഴുക്കുകൾ അടിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ തലയിൽ ഇതേപോലെ അഴുക്കുകൾ പിന്നെയും കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കുക. പിന്നെ വരുന്ന ഒരു ഇതാണ് നമ്മുടെ തലയില് നമ്മൾ എണ്ണയൊക്കെ, അതായത് ചിലവരുടെ മുടി നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ചെറുതായി എണ്ണ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ കഴുകി കളയില്ല, അത് അങ്ങനെ തന്നെ വെച്ചോളും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുടി എപ്പോഴും മെഴുക്ക് ഉള്ള ഒരു മുടിയായിരിക്കും. അപ്പൊ ആ മെഴുക്കുള്ള മുടി നമ്മൾ ഒരു ആഴ്ചയിൽ 2 വട്ടമെങ്കിലും ട്വൈസെങ്കിലും നമ്മൾ നല്ല ചെമ്പരത്തി താളി ഉപയോഗിച്ചു അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടി ഒന്ന് കഴുകി സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഈ അഴുക്ക് എപ്പോഴും അടിഞ്ഞു കൂടുമ്പോൾ അവിടെയൊക്കെ നമുക്ക് താരൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുഖത്ത് താരൻ വന്നിട്ട് കുരുവുള്ളവര് ഒരിക്കലും മുഖത്ത് മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. താരൻ ഉണ്ടെങ്കിൽ താരന് വേണ്ടി തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 ഒറ്റമൂലികളൊക്കെ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ പലവർക്കും പലപ്പോഴും നല്ല സിവിയർ സ്റ്റേജിലൊക്കെ, ഇതൊക്കെ വളരെ ബിഗിനിങ് ആയിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന ഒറ്റമൂലികളാണ്. അപ്പം ഇത് വളരെ സിവിയർ ആയിട്ടുള്ളവർക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി മാറണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെടാൻ നമ്മൾ നല്ല ട്രീറ്റ്മെന്റ് താരന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 ആഴ്ച ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ്ലി നമ്മൾ താരൻ കളഞ്ഞ് നിങ്ങൾക്ക് നല്ല ഹെയർ ഗ്രോത്ത്, താരൻ പോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഹെയർ ഗ്രോത്തും കൂടി അവർക്ക് ഓഫർ ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ക്ലിനിക്കുമായിട്ട് ഒരു കൺസൾട്ടേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആണെങ്കിൽ തൃശ്ശൂരുള്ളവർക്ക് നമുക്ക് ഡയറക്റ്റ് വരാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യണം എന്നുള്ളവർക്ക് നമ്മളെ ക്ലിനിക്കായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾക്ക് ഒരു 3 ആഴ്ചയുടെ ഉള്ളിൽ നല്ലൊരു ഗ്രോത്ത് ഓഫ് ഹെയർ നിങ്ങൾക്ക് റീഗ്രോത്ത്, നിങ്ങളുടെ മുടിക്ക് പണ്ടുണ്ടായിരുന്ന ആ വളർച്ച തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ സിവിയർ ആയുള്ളവർ ഈ ഒറ്റമൂലിയിൽ മാത്രം ഒതുങ്ങരുത്. അതാണ് എന്റെ ഒരു അഭ്യർത്ഥന. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് അത്രയും നിർബന്ധമാണ്. അല്ലാതെ ഞാൻ ഒറ്റമൂലികൾ പറഞ്ഞു അത് മാത്രം ട്രൈ ചെയ്ത് മാറ്റമൊന്നുമില്ലെങ്കിലും അതിലിരിക്കരുത്. നിങ്ങൾ നല്ലൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. ഇപ്പോ ബിഗിനിങ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒറ്റമൂലികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ അത്രയുള്ള ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി കേട്ടോ.